ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മസാല ഇട്ടത്. വളരെ രുചികരവും ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമായ ഈ മത്തി മസാല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് പുളിയുടെ പൾപ്പാണ്. 1 കപ്പ് പുളിയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. പുളി കുറച്ച് അധികം ഇട്ടാലേ ഈ റെസിപ്പിയുടെ ശരിയായ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് രുചിക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ. ഇനി എല്ലാ ചേരുവകളെയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പുളിയുടെ പൾപ്പ് എടുത്തതുകൊണ്ട് വെള്ളം കുറച്ച് കമ്മിയാണ്, അതുകൊണ്ട് കുറച്ച് ഞാൻ വെള്ളം ചേർക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടായാൽ മതിയാകും. ഇനി നമുക്ക് മത്തി ഇതിലേക്ക് ചേർക്കാം. ഇനി മാരിനേഷൻ ചെയ്ത മീൻ ഈ പാത്രത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാവുന്നതാണ്. മസാല ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ പാത്രം തന്നെ പിടിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ട് ഇളക്കുകയൊന്നും ചെയ്യേണ്ടതില്ല, ഇല്ലെങ്കിൽ മീൻ ഒടിഞ്ഞു പോകും. മീനും മസാലയും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുക്കിംഗ് ഓയിൽ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് മീൻ 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ല രുചികരമായ എരിവും പുളിയുമുള്ള മത്തി മസാല റെഡിയായിട്ടുണ്ട്. ചൂടോടെ ചോറിനൊപ്പം വിളമ്പാം, വയറ് നിറച്ച് കഴിക്കാം. ഈ വ്യത്യസ്തമായ മത്തി മസാല എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.